ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് കിട്ടില്ലേ ഉള്ളിക്കറി അഥവാ തക്കാളിക്കറി. ഇതിൽ രണ്ടും ഏത് വേണേൽ നമുക്ക് പറയാം കേട്ടോ. അപ്പോൾ എന്തായാലും ആ സംഭവം ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഒരു സവോള എടുത്തിട്ട് നല്ല കുനുകുനാന്നരിയണം. കുനുകുനാന്ന് പറഞ്ഞാൽ അത്രയും കുഞ്ഞാക്കി അരിയണം. അങ്ങനെ അരിയണം എന്നാണ് ആ കറിയുടെ ഒരു നിയമം. അങ്ങനെ കുഞ്ഞാക്കി ഉള്ളി അരിഞ്ഞ് മാറ്റിയതിന് ശേഷം നമ്മൾ 2 തക്കാളി എടുത്തിട്ടുണ്ട്. 2 തക്കാളിയുടെ നടു പൊളിച്ചിട്ട് കുറച്ച് വെള്ളം കെറ്റിൽ ഒഴിച്ചിട്ട് അതിങ്ങനെ വേവിക്കാൻ വേണ്ടി വെക്കണം കേട്ടോ. പിന്നെ നമ്മൾ തക്കാളി യൂസ് ചെയ്യുമ്പം അതിൻ്റെ തൊലി ഒരിക്കലും യൂസ് ചെയ്യരുത് ഗൈസ്. തൊലി എപ്പോഴും നമ്മൾ റിമൂവ് ചെയ്യണം, കാരണം അതിൻ്റെ തൊലി നമുക്ക് നല്ലതല്ല. അങ്ങനെ വെന്ത് വന്ന തക്കാളിയുടെ തുണി ഉരുക്കളഞ്ഞ് നമ്മൾ അതിനെ ഉടച്ച് പിഴിഞ്ഞ് അരച്ചെടുത്ത് പിന്നെ കെറ്റിൽ കുറച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മൾ ഉടച്ച് വെച്ച തക്കാളി അതിലോട്ട് അങ്ങിടണം. അത് ഇട്ടിട്ട് തക്കാളി ഒന്ന് ചൂടാക്കിയിരിക്കണം കേട്ടോ. തക്കാളി ഒന്ന് ജസ്റ്റ് ചൂടായി വരുമ്പോൾ 2 അല്ലി വെളുത്തുള്ളിയും കൂടെ ആക്കി ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ 2 അല്ലി വെളുത്തുള്ളി ഇട്ടിട്ട് കുറച്ച് ഉപ്പിടണം. ഉപ്പിടാൻ നമ്മൾ മറന്നു പോകരുത്. ഞാൻ എപ്പോഴും വോയിസ് ഓവർ ചെയ്യുമ്പം ഈ ഉപ്പിൻ്റെ കാര്യം മറന്നു പോകും. അപ്പോൾ മേൽപ്പറഞ്ഞ ചേരുവകളെല്ലാം ഇട്ടിട്ട് നമ്മൾ കെറ്റിലൊരു 5 മിനിറ്റ് ചൂടാക്കി അടച്ചു വെക്കണം. അപ്പോൾ അതാ നമ്മുടെ തക്കാളി ഏകദേശം ഈ ഒരു പേസ്റ്റ് ആക്കിയിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. പിന്നെ നമ്മൾ ഈ ഉള്ളിയും കൂടെ ഇട്ടിട്ട് ഒന്നും കൂടെ നന്നായി മിക്സ് ചെയ്യണേ. ഇനി നിന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ അതിലേക്കൊരു 3 സ്പൂൺ മുളക് പൊടി, എരിവ് നോക്കിയിട്ട് വേണം ഇടാൻ. അങ്ങനെ 3 സ്പൂൺ മുളക് പൊടിയും കൂടെ ഇട്ടിട്ട് ഒന്നും കൂടെ നന്നായി മിക്സ് ചെയ്തിട്ട് പിന്നെ ഒരു 5 മിനിറ്റ് അതൊന്ന് വേവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ സംഭവം ഏകദേശം വെന്ത് വരുന്ന ടൈമിൽ ഞങ്ങൾ കുറച്ച് പുളി, ഒരു പിഞ്ച് പുളി എടുത്തിട്ട് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അതിൻ്റെ പേസ്റ്റ് ഉണ്ടാക്കി വെച്ചിരുന്നു. അതും കൂടെ അതിലിട്ടിട്ട് നന്നായി മിക്സ് ചെയ്യണം. അങ്ങനെ എല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ സംഭവം ഇതാ അടിപൊളി സെറ്റായി വരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക്. ചോറിൻ്റെ ഒപ്പം നല്ല അടിപൊളിയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.